Hi guys, എല്ലാവർക്കും VTVC ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൗ ടു ഡൗൺലോഡ് GTA 5 അല്ലെങ്കിൽ ഹൗ ടു ഇൻസ്റ്റാൾ GTA 5 എന്ന് പറയുന്ന വീഡിയോ ടോപ്പിക്കായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ GTA 5 നമുക്ക് എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ. ഞാൻ ഇന്ന് പുതിയ വീഡിയോസ് എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ GTA 5 ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വീഡിയോസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും ആ ഒരു വീഡിയോയ്ക്കകത്ത് അവർ സ്മാർട്ട് ഫോണിൽ GTA 5 കളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ വീഡിയോസ് എല്ലാം ഫേക്ക് ആണ്. അതായത് 95% നമുക്ക് ഒരിക്കലും സാധാരണ ഗെയിം കളിക്കുന്നത് പോലെ നമുക്ക് GTA 5 നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കുവാൻ സാധിക്കുന്നതല്ല. ബാക്കി 5% നമുക്ക് സ്മാർട്ട് ഫോണിൽ കളിക്കുവാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതായത് നമ്മൾ GTA 5 നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കണമെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമാണ്. വോർട്ടെക്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൗഡ് ആപ്ലിക്കേഷനുമായിട്ട്, അതായത് നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയിട്ടുള്ള ക്ലൗഡ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതുമായി റിലേറ്റഡ് ഒരു ആപ്ലിക്കേഷനാണ് വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മാത്രമേ നമുക്ക് GTA 5 നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് GTA 5 കളിക്കണമെങ്കിൽ കുറെ പരിമിതികളുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് GTA 5 രണ്ട് രീതിയിൽ നമുക്ക് കളിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ബേസിക് ആയിട്ടും പ്രോ ആയിട്ടും നമുക്ക് രണ്ട് രീതിയിൽ GTA 5 സ്മാർട്ട് ഫോണിൽ കളിക്കാം. എന്നാൽ ഇങ്ങനെ കളിക്കുന്ന വഴിയുള്ള ഒരു മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് GTA 5 കളിക്കണമെങ്കിൽ ഡോളർ കൊടുത്താൽ മാത്രമേ നമുക്ക് GTA 5 കളിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ GTA 5 കളിക്കണമെങ്കിൽ നമ്മൾ $10 കൊടുത്താൽ മാത്രമേ നമുക്ക് ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് GTA 5 കളിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ പ്രോ വെർഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം $100 നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ഗെയിം കളിക്കുന്നതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിങ്ങനെ പേ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ GTA 5 കളിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും സെർവറുമായി റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് GTA 5 നമുക്ക് സ്മാർട്ട് ഫോണിൽ കളിക്കുവാൻ സാധിക്കുന്നത്. ഒരു ലൈവ് സ്ട്രീമിംഗ് പോലെ മാത്രമാണ് നമുക്ക് GTA 5 നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് GTA 5 നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് കളിക്കാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ, GTA 5 ഫയൽ സൈസ് വരുന്നത് ഏകദേശം 50 GB മുകളിലാണ്. ഏകദേശം 60-65 GB ഈ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷന്റെ ഫയൽ സൈസ് വരുന്നുണ്ട്. ഇത്രയും ഫയൽ സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗെയിം നമുക്ക് ഒരിക്കലും നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് GTA 5 നമുക്ക് സ്മാർട്ട് ഫോണിൽ കളിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് GTA 5 കളിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിജയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുമായി റിലേറ്റഡായിട്ടുള്ള എന്ത് സംശയം വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് മനോഹരമായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.